അമേരിക്കൻ IT മേഖലയിലും വിദേശ ഉദ്യോഗാർത്ഥികൾക്കിടയിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദേശികൾക്ക്, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ സഹായകരമാകുന്ന H-1B വിസ സംവിധാനത്തിന് നേരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഏറ്റവും ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേവലം ഒരു പരിശോധന മാത്രമല്ലിത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ചരിത്രത്തിലാദ്യമായി ഒരു പ്രത്യേക ദൗത്യത്തിലൂടെ ഇമിഗ്രേഷൻ തട്ടിപ്പുകൾക്കും വിസ ദുരുപയോഗത്തിനുമെതിരെ കർശനമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരെയാണ് ഈ അന്വേഷണം ബാധിക്കുക? ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് പുതിയ അന്വേഷണം? ആദ്യമേ ഒന്ന് നോക്കാം. US ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ജനറൽ ആന്റണി ഡി എക്സ്പോസിറ്റോ നൽകിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ ഭരണകൂടം ഇമിഗ്രേഷൻ തട്ടിപ്പുകൾക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. മനുഷ്യക്കടത്ത്, H-1B വിസ ദുരുപയോഗം, PERM അതായത് പ്രോഗ്രാം ഇലക്ട്രോണിക് റിവ്യൂ മാനേജ്മെന്റ് വിസയിലെ ക്രമക്കേടുകൾ എന്നിവ കണ്ടെത്താനാണ് ഈ വൻ അന്വേഷണം. വിദേശ തൊഴിലാളികളെ കുറഞ്ഞ ശമ്പളത്തിൽ എത്തിച്ച് അമേരിക്കൻ സ്വദേശികളുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന കമ്പനികളെ പൂട്ടുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സാന്നിധ്യത്തിൽ മിൽക്കോവയിൽ നടന്ന ആന്റി ഫ്രോഡ് ഇനിഷ്യേറ്റീവ് പരിപാടിയിലാണ് ഈ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. വിസ തട്ടിപ്പുകൾ വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, മറിച്ച് ഇത് അന്താരാഷ്ട്ര മാഫിയകളുമായും ട്രാൻസാക്ഷണൽ ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് US അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത് അമേരിക്കൻ സുരക്ഷയെ മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാരുടെ തൊഴിലവസരങ്ങളെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കുന്നു എന്നാണ് US ഗവൺമെന്റിന്റെ വാദം. ഈ കർശനമായ നടപടികൾക്ക് പിന്നിൽ പ്രൊജക്ട് ഫയർവാൾ എന്നൊരു പ്രത്യേക പദ്ധതിയുണ്ട്. US കമ്പനികൾ H-1B വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും യോഗ്യരായ അമേരിക്കൻ പൗരന്മാർക്ക് തന്നെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി രൂപീകരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ലേബർ സെക്രട്ടറി നേരിട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇതിനകം തന്നെ 175-ലധികം വലിയ അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രമുഖ US കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ചഗ് റൗസിലും ഡിക് ഡർബിനും നേരത്തെ തന്നെ മുന്നറിയിപ്പ് കത്തുകൾ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ വൻ വേട്ട നടക്കുന്നത്. പരിശോധനകൾ എങ്ങനെയാണ്? ടാർഗറ്റ് ചെയ്യപ്പെടുന്ന തട്ടിപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി US അധികൃതർ കമ്പനികളിൽ മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിത പരിശോധനകൾ നടത്തും. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ കീഴിലുള്ള ഫ്രോഡ് ഡിറ്റൻഷൻ ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ആണ് ഈ മിന്നൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇവർ ഇതിലൂടെ കണ്ടെത്തുന്നത്. ഒന്നാമത്തേത് കുറഞ്ഞ ശമ്പളം നൽകുന്നതാണ്. ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ശമ്പളം വിദേശ ജീവനക്കാരന് നൽകാതിരിക്കുകയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് വേതന വിവേചനമാണ്. ഒരേ ജോലി ചെയ്യുന്ന അമേരിക്കൻ ജീവനക്കാരനേക്കാൾ വളരെ കുറഞ്ഞ ശമ്പളം മാത്രം H-1B ജീവനക്കാർക്ക് നൽകി വിവേചനം കാണിക്കുന്നതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ജോലിയിലെ മാറ്റങ്ങളാണ്. വിസ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ചുമതലകളിൽ നിന്നും വ്യത്യസ്തമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മാറിയ തൊഴിൽ സ്ഥലമാണ്. അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന ഔദ്യോഗിക തൊഴിൽ സ്ഥലത്ത് അല്ലാതെ മറ്റെവിടെങ്കിലും ഇരുത്തി ജോലി ചെയ്യിക്കുകയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ ആ കമ്പനികൾക്കെതിരെയും ജീവനക്കാർക്കെതിരെയും കടുത്ത നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ടെക് മേഖലയെയും ഇന്ത്യക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ വാർത്ത നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ H-1B വിസ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് IT ടെക്നോളജി മേഖലയിലാണ്. പുതിയ അപേക്ഷകളിൽ 60 മുതൽ 70% വരെ IT രംഗത്ത് നിന്നാണ് വരുന്നത്. കൺസൾട്ടിംഗ് സർവീസുകൾ, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ എന്നിവരാണ് ഇതിന് തൊട്ടു പിന്നിൽ. ഇന്ത്യക്കാരാണ് ഈ വിസ ഭൂരിഭാഗവും സ്വന്തമാക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയ, ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇതിനായി ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉള്ളത്. യഥാർത്ഥത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കാനാണ് അമേരിക്ക ഈ വിസ കൊണ്ടുവന്നത്. എന്നാൽ ചില വ്യാജ കൺസൾട്ടൻസികളും കമ്പനികളും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയും ഒരേയാൾക്ക് തന്നെ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചും ഈ സിസ്റ്റത്തിൽ ക്രമക്കേടുകൾ വരുത്തുന്നുണ്ട്. ഇതിനെതിരെയുള്ള പരാതികളും ശക്തമാണ്. പുതിയ കടുത്ത അന്വേഷണങ്ങൾ വരുന്നതോടെ കൃത്യമായ നിയമങ്ങൾ പാലിക്കാത്ത കൺസൾട്ടൻസികൾ വഴി വിസയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പ്രൊജക്ട് ഫയർവാൾ വ്യാജ വിസ ഏജൻസികൾക്ക് വലിയൊരു താക്കീതാണ്. യഥാർത്ഥ യോഗ്യതയുള്ള കൃത്യമായ നിയമവഴിയിലൂടെ പോകുന്ന IT ഉദ്യോഗസ്ഥർക്ക്
ഇതൊരു പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്തേക്കാം. കാരണം സിസ്റ്റത്തിലെ തട്ടിപ്പുകാർ പുറത്തു പോകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അവസരം ലഭിക്കും. എന്നാൽ വിസ നടപടികളിൽ കടുത്ത പരിശോധനയും താമസവും വരും എന്നുള്ളത് ഉറപ്പാണ്.